കണ്ണൂർ എളയാവൂരിൽ LDF സ്ഥാനാർത്ഥിക്ക് ഇരട്ട വോട്ടെന്ന് പരാതി. എളയാവൂർ സൗത്ത് ഡിവിഷൻ LDF സ്ഥാനാർത്ഥി വിജിനയ്ക്കാണ് ഇരട്ട വോട്ടുള്ളത്. എളയാവൂർ സൗത്ത് ഡിവിഷനിലും പായം പഞ്ചായത്തിലെ 9-ാം വാർഡിലും വിജിനയ്ക്ക് വോട്ടുണ്ടെന്നാണ് പരാതി. സ്ഥാനാർത്ഥിയെ അയോഗ്യയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് UDF കലക്ടർക്ക് പരാതി നൽകി. ബിജേഷ് ഗോവിന്ദൻ ചേരുന്നു. ബിജേഷ്, ഇതെങ്ങനെ സംഭവിച്ചു ഈ ഇരട്ട വോട്ട്? എന്താണ് പരാതിയിൽ? ഇത് കണ്ണൂർ കോർപ്പറേഷനിലെ 22ാമത്തെ ഡിവിഷനാണ് എളയാവൂർ സൗത്ത്. ഇവിടുത്തെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള CPM-ന്റെ KK വിജനക്കെതിരെയാണ് ഇപ്പോൾ ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. വിജനക്ക് എളയാവൂർ സൗത്ത് ഡിവിഷനിൽ 695-ാം ക്രമനമ്പറിൽ വോട്ടുണ്ട്. ഒപ്പം തന്നെ ജന്മനാടായ പായം പഞ്ചായത്തിൽ ഉൾപ്പെട്ട 9-ാം വാർഡിൽ അവിടെ 519-ാം നമ്പർ ക്രമനമ്പറിലും വിജനക്ക് വോട്ടുണ്ട്. ഈ രണ്ട് വോട്ടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ UDF ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ റിട്ടേണിംഗ് ഓഫീസർക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും പരാതി നൽകിയിരിക്കുന്നത്. ഇരട്ട വോട്ടുകളുള്ള സാഹചര്യത്തിൽ LDF സ്ഥാനാർത്ഥിയെ അയോഗ്യയാക്കണമെന്നാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും ഇതിനകത്ത് ഇനിയിപ്പോൾ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് തീരുമാനമെടുക്കേണ്ടത്. കാരണം ഇരട്ട വോട്ടുകളുണ്ട്. ഒന്ന് പഞ്ചായത്തിലും മറ്റൊന്ന് കണ്ണൂർ കോർപ്പറേഷനിലുമാണ്. കണ്ണൂർ കോർപ്പറേഷനിൽ എളയാവൂർ സൗത്ത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ഡിവിഷനാണ്, ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഡിവിഷനാണ്. അതുകൊണ്ട് തന്നെ LDF സ്ഥാനാർത്ഥിയെ ചുറ്റിപ്പറ്റി ഉയർന്നിരിക്കുന്ന ഈ വിവാദം വലിയ തരത്തിൽ സ്വാധീനം ചെലുത്തിയേക്കാം. ഏതായാലും തീരുമാനമെടുക്കേണ്ടത് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് അധികൃതരാണ്. തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും കളക്ടർക്കും അതുപോലെ തന്നെ റിട്ടേണിംഗ് ഓഫീസർക്കുമാണ് UDF അധികൃതർ പരാതി നൽകിയിരിക്കുന്നത്. ധന്യ. ശരി ബിജേഷ്.